ഇപ്പം എൻ്റെ ഈ കഥ നിങ്ങൾ കേൾക്കുന്ന പോലെ ഓരോ തവണ സ്വൈപ്പ് ചെയ്യുമ്പോഴും പുതിയ പുതിയ കഥകളാണ് ഫീഡിലേക്ക് കടന്നു വരിക. ഇപ്പം കുറേ അധികം ക്രിയേറ്റേഴ്സ് അവരെ കംഫർട്ട് സോൺ കടന്ന് പുതിയ പേജൊക്കെ തുടങ്ങി വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരൊറ്റ കാര്യത്തിലാണ് എനിക്ക് ഇവരോടൊക്കെ അസൂയുള്ളത്. കാരണം ഞാനിത് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 അന്നേ ഈ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 7ാമത്തെ 8ാമത്തെ ആനിവേഴ്സറി എനിക്ക് ആഘോഷിക്കായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്നും ആ ഒരു ധൈര്യം എനിക്ക് വന്നിട്ടില്ല. അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഞാൻ മുങ്ങും. എന്തിനേറെ പറയുന്നു, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഡ്രാഫ്റ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് കുറഞ്ഞത് 7 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. ഇങ്ങനെ വീഡിയോ എടുക്കാനും ഇതൊക്കെ എഡിറ്റ് ചെയ്യാനും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി തിരിച്ചു പോയി നോക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ എന്നെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഷുവറാണ്, ഈ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ഒരിക്കലും മടുക്കാറില്ല. പക്ഷേ ഡോക്യുമെൻ്റ് ചെയ്ത് എൻ്റെ ഫോണിലെ 128 GB അത് താങ്ങാൻ പറ്റാണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ പഴയ ഫയൽ ഡിലീറ്റ് ആക്കി കളയും. പിന്നെ ഇരുന്ന് ആലോചിക്കും, ആ നേരത്തേക്ക് ഒന്നുകൂടെ തിരിച്ചു പോയി കാണാൻ പറ്റുന്നത് ഈ വീഡിയോസിലൂടെയും പിക്ചേഴ്സിലൂടെയും ഒക്കെ അല്ലേ. അതുകൊണ്ട് ഇനി ഡിലീറ്റ് ആക്കി കളയുന്ന പരിപാടിയില്ല. ഇത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ കിടക്കട്ടെ. പക്ഷെ ബോറടിക്കുകയാണെങ്കിൽ ഇത്ര നേരം തട്ടിക്കളഞ്ഞ് വന്നതുപോലെ ഇതുകൂടെ തട്ടിക്കളഞ്ഞേക്ക്.